ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പനീർ വെച്ച് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പനീർ ബട്ടർ മസാലയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ട ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്. പനീർ ബട്ടർ മസാല ഉണ്ടാക്കാനായിട്ട് 400 ഗ്രാംസ് പനീറാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് ആദ്യം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാതെ വേണമെങ്കിൽ നമുക്ക് മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു പാൻ വെച്ച് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഇത് ഓവറായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതിയാവും. ഹാഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ട് സൈഡും കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പിന്നെ നമ്മൾ മസാലയിലിട്ട് അധികം നേരം വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ മസാലയിലത് സെറ്റായി വന്നോളും. ഇപ്പോൾ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി പനീർ ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെ സവാളയും തക്കാളിയും എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അതിൽ കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ബാലൻസ് ഓയിലിൽ തക്കാളി സവാളയും എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. 4 മീഡിയം സൈസ് സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഓവറായിട്ട് കളർ മാറി വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതിയാവും. 3 മീഡിയം സൈസ് തക്കാളി കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇതിലേക്കുള്ള ഒരല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. തക്കാളിയുടെ എല്ലാം റോസ്മെല്ലൊന്ന് മാറി വരണം. ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം എല്ലാം കൂടെ ഒന്ന് നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊടികളുടെ റോസ്മെല്ലൊന്ന് മാറി വരണം. ഇപ്പോൾ പൊടികളുടെ റോസ്മെല്ലെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായി തന്നെ ഒന്ന് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ഇതേ പാനിൽ തന്നെ 2 ബട്ടർ ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല പൗഡർ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇതിലും കൂടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ചില്ലി പൗഡർ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുത്ത സെയിം ജാറിൽ തന്നെ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പശുവും പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കുള്ള അല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് ബോയിലായി വരണം. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് കസൂരി മെത്തി അല്പം ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പനീർ ഫ്രൈ ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചതായതുകൊണ്ട് അധികം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 3-4 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം.
അപ്പോഴേക്കും ഇതെല്ലാം പനീറിൽ നല്ല സെറ്റായിട്ട് മസാലയുടെ റോസ്മെല്ലാം മാറി നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഇപ്പോൾ ഒരു 4 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടിയും തുറന്ന് നോക്കാം. ഇപ്പോൾ എല്ലാം കൂടെ പനീറിൽ നല്ല പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ അതിന് പകരം പാൽ കുറച്ചും കൂടെ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പനീർ ബട്ടർ മസാല റെഡി ആയിട്ട് ഇപ്പോൾ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.